ഹലോ കൂട്ടുകാരെ, സാന്ത്വനത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് എന്താണെന്ന് നോക്കാം. നേരത്തെ തന്നെ സാന്ത്വനത്തിൻ്റെ വിശേഷങ്ങൾ അറിയാൻ ആദ്യം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനുശേഷം ലൈക്ക് ചെയ്യുക. അങ്ങനെ നമ്മുടെ അനുവിൻ്റെ ദേഹത്തു കൂടെ വെള്ളം ഒഴിച്ചിട്ട് നിൽക്കുകയാണ് ഗോമതി. ഗോമതി നല്ല ദേഷ്യത്തിലാണ്. ഇതേ സമയം ഗോമതിയുടെ അമ്മ അങ്ങോട്ട് വന്നിട്ട് നീ എന്ത് പണിയാണ് ഈ കാണിച്ചത് എന്നൊക്കെ ചോദിച്ച് ഗോമതിയെ ശാസിക്കുകയാണ്. അപ്പോൾ ഗോമതി പറയും, അമ്മ ഇതിലിടപെടണ്ട, ഇത് ഞാനും ഇവളും തമ്മിലുള്ള കാര്യമാണ് എന്ന് പറഞ്ഞ് ഗോമതി ദേഷ്യത്തിൽ വീട്ടിനകത്തോട്ട് കയറിപ്പോവും. അപ്പോൾ മുത്തശ്ശി അനുവിനെ ആശ്വസിപ്പിക്കേണ്ട, സാരമില്ല മോളെ, സാരമില്ല, വിഷമിക്കേണ്ട, അവളുടെ ആ ഒരു ദേഷ്യത്തിന് ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞ് അനുവിനെ ആശ്വസിപ്പിക്കുകയാണ്. അങ്ങനെ അനു വീട്ടിൻ്റെ അകത്തോട്ട് വന്ന് ഡ്രസ്സൊക്കെ മാറി തലയൊക്കെ തോർത്തി നിന്നിട്ടും അനു കരയുകയാണ്. അപ്പം മുത്തശ്ശി പറയും, സാരമില്ല, അവൾക്ക് നിന്നോട് ഇഷ്ടക്കുറവുണ്ടായിട്ടൊന്നുമല്ല അവളെങ്ങനെ ചെയ്തത്, അവളുടെ മാനസികാവസ്ഥ കൂടി നമ്മൾ ചിന്തിക്കണമായിരുന്നല്ലോ. ഞാൻ അതൊന്നും ഓർക്കാതെയാണ് നിന്നോട് ഗോമതിയെ പോയി കണ്ടോളാൻ പറഞ്ഞത്, എൻ്റെ ഭാഗത്തും തെറ്റുണ്ട് എന്ന്. പിന്നെ എളുപ്പത്തിൽ മാഞ്ഞു പോകുന്ന ഒരു തെറ്റല്ലല്ലോ മോളെ നീ അവരോട് ചെയ്തത് എന്നും മുത്തശ്ശി ഓർമ്മിപ്പിക്കുകയാണ് അനുവിനെ. അപ്പോൾ അനു പറയും, ശരിയാണ് മുത്തശ്ശി പറയുന്നത് ശരിയാണ്, എൻ്റെ അച്ഛനോടും അമ്മോടും ഞാൻ ചെയ്ത തെറ്റ് എത്ര വലുതാണെന്ന് എനിക്കറിയാം. അപ്പോൾ അവരെ ആരായാലും ഇങ്ങനെ പ്രതികരിച്ചു പോവുള്ളൂ. പിന്നെ മുത്തശ്ശി എന്നോട് അമ്മയെ പോയി കണ്ടോളാൻ പറഞ്ഞത് എൻ്റെ മനസ്സറിഞ്ഞിട്ടാണല്ലോ, അതിൽ മുത്തശ്ശി വിഷമിക്കൊന്നും വേണ്ട, സാരമില്ല, കുഴപ്പമില്ല എന്നൊക്കെ പറയുകയാണ് അനു. എന്നിട്ട് അനു അവിടെ നിന്ന് ഇങ്ങനെ കരയുന്നുണ്ട്. അപ്പോൾ വീണ്ടും മുത്തശ്ശി പറയണേ, നീ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത്, അവിടെ നീ ജയിച്ചപ്പോൾ പായസമൊക്കെ ഉണ്ടാക്കി കൊടുന്നതല്ലേ, അവൾക്ക് നിന്നോട് സ്നേഹം ഇല്ലാതില്ലല്ലോ, അവൾക്കുള്ളിൽ സ്നേഹമുണ്ട്, പക്ഷെ അവളുടെ സാഹചര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞ് മുത്തശ്ശി അനുവിനെ കെട്ടിപ്പിടിച്ച് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുകയും ചെയ്യേണ്ട, ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്, സാരമില്ല മോളെ എന്ന് പറഞ്ഞിങ്ങനെ ആശ്വസിപ്പിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ പുറത്ത് നിന്ന് അച്യുതൻ കേൾക്കുന്നുണ്ട്. എന്താണെന്ന് പക്ഷെ അച്യുതന് ക്ലിയറായി മനസ്സിലായില്ല. പക്ഷേ അനു കരയുകയാണെന്ന് അച്യുതന് മനസ്സിലായി. അപ്പോൾ അച്യുതൻ വിചാരിക്കുന്നത് ആലോക് അനുവിനെ അടിച്ചിട്ടുണ്ടെന്നാണ്. അപ്പോൾ അച്യുതൻ മനസ്സിൽ വിചാരിക്കും, അവന് കിട്ടുന്നതൊക്കെ അവൻ തിരിച്ചു കൊടുക്കാനും തുടങ്ങി, മിടുക്കൻ, എന്തായാലും നന്നായി, അനുവിൻ്റെ കരച്ചിൽ കേട്ടല്ലോ എന്നുള്ള സന്തോഷത്തിൽ അച്യുതൻ ഇങ്ങനെ പുറത്തുനിന്ന് ഇവരോട് പറയുന്നത് ചെവി ഓർത്ത് നിൽക്കുകയാണ്. പക്ഷെ എന്താണ് ക്ലിയർ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് അച്യുതന് മനസ്സിലായിട്ടില്ല. അപ്പോൾ ഈ സമയത്താണ് അലോക് പുറത്തുനിന്ന് വരുന്നത്. അപ്പോൾ അച്യുതൻ പോയിട്ട്, ആടാ മിടുക്കാ, നീ മിടുക്കനാടാ എന്നൊക്കെ പറഞ്ഞ് അലോകിന് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കണം. അപ്പോൾ അലോകിനാണെങ്കിൽ ഒരു കാര്യം മനസ്സിലായിട്ടില്ല, എന്തിനാ ഇപ്പോൾ ഈ അച്ഛൻ ഇങ്ങനെ ഷെയ്ക്ക് ഹാൻഡ് തരണമെന്നൊക്കെ ചോദിക്കണം. എന്താ പറ്റിയച്ഛ, എന്താ വിശേഷം, എന്തിനാ അച്ഛൻ എന്നെ ഷെയ്ക്ക് ഹാൻഡ് തരുന്നത്, അത് നിനക്ക് മനസ്സിലായില്ലേ, നീ അനുവിനെ തല്ലിയില്ലേ, അവൾ നിന്ന് കരയുന്നുണ്ടല്ലോ, എനിക്കത് കേട്ടപ്പോൾ സന്തോഷമായി. അപ്പോൾ അലോക് ഷോക്കായിട്ട് ചോദിക്കും, ഞാൻ തല്ലിയെന്നോ, അച്ഛൻ എന്തേ പറയണേ, ഞാൻ തല്ലിയിട്ടൊന്നുമില്ല, ഞാൻ പുറത്തുനിന്ന് ഇപ്പം വന്നുള്ളൂ, പിന്നെ ഇപ്പം എന്തിനാണ് അവൾ കരയുന്നത്. അപ്പോൾ അലോക് ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് അലോക് റൂമിൻ്റെ സൈഡിൽ പോയിട്ട് ഇങ്ങനെ ചെവി ഓർത്ത് നിൽക്കും. അപ്പോഴും മുത്തശ്ശി അവളെ ആശ്വസിപ്പിക്കുന്നത് മാത്രമേ കേൾക്കുന്നുള്ളൂ, എന്താണ് കാര്യം എന്ന് അലോകിന് മനസ്സിലായിട്ടില്ല. അപ്പോൾ അലോക് പറയും, എന്താണ് കാര്യം മനസ്സിലാവുന്നില്ല, പക്ഷേ അവൾ കരയുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അച്യുതന് നിരാശയാവും. പക്ഷേ എന്നാൽ എന്തിനായിരിക്കും ഇവൾ നിന്ന് കരയുന്നത്, ഈ കിടന്ന് പോകുന്ന എന്താ കാര്യം എന്ന് ആലോചിച്ചിട്ട് നിൽക്കുകയാണ് അലോകും അച്യുതനും. പിന്നെ നമുക്ക് കാണിക്കുന്നത് നമ്മുടെ ഗോമതി സ്റ്റോറാണ്. ഗോമതി സ്റ്റോറിൽ കച്ചവടം തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ബാലൻ ഒരാളോട് ഫോണിൽ സംസാരിക്കുന്നുണ്ട്, ഞാൻ പൈസ വാങ്ങാൻ വരാമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ദേവി ചോദിക്കും, അച്ഛൻ പൈസ ആരുടെയെങ്കിലും കടം വാങ്ങാൻ പോവുകയാണോ. അല്ല മോളെ, എനിക്കൊരാൾ 50,000 രൂപ തരാനുണ്ടായിരുന്നു, അത് ഞാൻ പോയി വാങ്ങിച്ചിട്ട് വരാം, ഇന്ന് നമ്മളൊരു ഡീലറിന് 50,000 കൊടുക്കാനുണ്ടല്ലോ, അപ്പോൾ അതാണ് പറയുന്നത്, അല്ലാതെ കടമൊന്നുമല്ല, ഞാൻ പോയി വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ബാലൻ അവിടെ നിന്ന് പോവും. ഗോമതി സ്റ്റോർ നോക്കുന്നത് ദേവിയാണ്. അപ്പോൾ ഇതേ സമയം ദേവിയുടെ അച്ഛൻ ഉദയഭാനു അവിടേക്ക് വരുന്നുണ്ട്, ഒരു വെള്ളയൊക്കെ ഇട്ടിട്ട് കൂളിംഗ് ഗ്ലാസ്സൊക്കെ ഇട്ട് പണക്കാരനെ പോലെ അങ്ങോട്ട് കയറി വരികയാണ്. അപ്പോൾ ധർമ്മനും രാമേട്ടനുമാണ് അവിടെ ഉണ്ടാവുക, ഇത് ദേവിയും. അപ്പോൾ ധർമ്മൻ രാമേട്ടന് പറയും, നിങ്ങൾ അച്ഛനും മോളും തമ്മിൽ സംസാരിച്ചിരിക്കും, ഞങ്ങൾ പോയിട്ടൊരു ചായ കുടിച്ചിട്ട് വരാം, നിങ്ങൾക്ക് എന്താ വാങ്ങണ്ടേന്ന് ചോദിക്കും. ഓ ഞങ്ങൾക്കൊന്നും വേണ്ട, ഞാൻ പിന്നെ പോയി കുടിച്ചോളാം എന്ന് പറയുകയാണ് ദേവി. അങ്ങനെ ധർമ്മനും രാമേട്ടനും ചായ കുടിക്കാൻ പുറത്ത് പോകും. ഇതേ തക്കത്തിൽ നമ്മുടെ ഉദയഭാനും ദേവിയും തമ്മിൽ സംഭാഷണമാണ്. അപ്പോൾ ഉദയഭാനു പറയുന്നുണ്ട്, മോളെ നീ ഞാൻ പറയണത് കേൾക്ക്, നീ എന്ത് വിചാരിച്ചിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്, നീ ഇവിടെ വന്നിരിക്കുന്നത് ആനന്ദിന് ഇഷ്ടമില്ല എന്ന് നിനക്കറിയില്ലേ, പിന്നെ നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്, അവൻ എന്നെ വിളിച്ച് കുറേ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തു എന്ന് പറയും. അപ്പോൾ ദേവി പറയും, ഞാനും ആനന്ദേട്ടനും തമ്മിലുള്ള പ്രശ്നമില്ല, അതിൽ അച്ചടപ്പെടണ്ട, അതെങ്ങനെയാണ് പറഞ്ഞാൽ ശരിയാവും മോളെ, അവൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കണം, അവൻ്റെ ഭീഷണി എന്താണെന്ന് വെച്ചാൽ അവൻ നിന്നെ വീട്ടിലോട്ട് കൊടുന്നാക്കുമെന്നാണ് അവൻ പറയുന്നത്. അത് കേൾക്കുമ്പോൾ പിന്നെ ഞാൻ എങ്ങനെയാണ് സമാധാനത്തിലിരിക്കുക. അപ്പോൾ ദേവി കളിയാക്കണം അച്ഛനെ, ഓ
ഓ എന്തൊരു ഉത്തരവാദിത്ത ബോധമുള്ള അച്ഛൻ എന്നൊക്കെ പറഞ്ഞ് ദേവി തിരിച്ചും കളിയാക്കുന്നുണ്ട്. അപ്പോൾ ഉദയഭാനു പറയും, അതെ ഉത്തരവാദിത്ത ബോധമുള്ള പുതിയ അച്ഛനാണ് ഞാൻ, പുതിയ അച്ഛൻ എന്തൊക്കെ പറയണം. അപ്പോൾ ഇതേ സമയം അവിടെ ഒരു ക്ലയൻറ്റ് വരും. അപ്പോൾ ദേവി സാധനങ്ങൾ എടുക്കാൻ പോകുമ്പോഴായിരിക്കും നമ്മുടെ മേശവലിപ്പിൽ പൈസ ഇരിക്കുന്നത് കാണുക. അപ്പോൾ ഉദയഭാനു വിചാരിക്കും, ഓ എത്ര പൈസയാണ് ഇവിടെ, ഒരുപാടുണ്ട്, ഈ ഗോമതി സ്റ്റോർ എനിക്കൊരു അക്ഷയപാത്രമാണ് എന്ന് വിചാരിക്കുകയാണ് ഉദയഭാനു. എന്നിട്ട് ദേവി വരുന്ന എങ്ങനെയെങ്കിലും പൈസ കുറച്ച് അടിച്ചു മാറ്റണം എന്നുള്ള തക്കം പാർത്ത് നിൽക്കണം. അങ്ങനെ ദേവി വീണ്ടും വന്ന് കസേരയിലിരിക്കും. അപ്പോൾ ഉദയഭാനു ഒരു നമ്പർ ഇറക്കും. ഉദയഭാനു പറയും, നിൻ്റെ അമ്മയ്ക്ക് തീരെ വയ്യ, തലവേദനയാണ്, അപ്പോൾ നീ ഒരു വലിയ കുപ്പി ബൂസ്റ്റോ ഹോർലിക്സ് എന്തെങ്കിലും ഒന്ന് എടുത്ത് തായോ എന്ന് പറയും. ഈ തക്കത്തിൽ ദേവിയുടെ ഈ തക്കത്തിൽ ഉദയഭാനു പൈസ അവിടെ നിന്ന് അടിച്ചു മാറ്റും. അതൊക്കെ കഴിയുമ്പോഴത്തേനും രാമേട്ടനും ധർമ്മനും വരുവാണ്. അങ്ങനെ ഉദയഭാനു വേഗം യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങും, കാരണം പൈസ അടിച്ചു മാറ്റിയല്ലോ. പിന്നെ നമ്മുടെ എങ്ങനെയെങ്കിലും ബാലനെ രക്ഷിക്കാൻ വേണ്ടി മീനു PF-ൽ നിന്ന് ലോൺ എടുക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ മീനുവിൻ്റെ കൊളീഗിനെ വിളിച്ച് ചോദിക്കുന്നുണ്ട് എത്ര രൂപ ലോൺ എടുക്കാൻ പറ്റും എന്നൊക്കെ. അപ്പം മിത്രയും അങ്ങോട്ട് വരികയാണ്. മിത്ര പറയും, ചേച്ചി ലോൺ എടുക്കുന്ന കാര്യമൊക്കെ എന്തായി? ഓ ഞാനത് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, എത്ര രൂപ കിട്ടുമെന്നൊന്നും ഉറപ്പൊന്നുമില്ല, എന്നാലും കിട്ടുന്നതിന് മാക്സിമം എടുക്കണം. അപ്പോൾ എല്ലാവരും സഹായിക്കുന്നുണ്ടല്ലോ ചേച്ചി, എനിക്ക് മാത്രം ആരെയും സഹായിക്കാൻ പറ്റില്ല എന്നുള്ള ദുഃഖത്തിലാണ് മിത്ര. അതൊന്നും സാരമില്ല മോളെ, നിനക്ക് ജോലിയൊന്നും ആയിട്ടില്ലല്ലോ, നീ ജോലിയൊക്കെ ആകുമ്പോൾ സഹായിച്ചോ എന്ന് പറയും. അപ്പോൾ മിത്ര പറയും, ഞാനൊരു കാര്യം പറയട്ടെ ചേച്ചി, ഞാൻ അമ്മയോട് കുറച്ച് പൈസ സ്വർണ്ണം എന്തെങ്കിലും ചോദിച്ചാലോ? ഏയ് അത് വേണ്ട മോളെ, അത് ആരെങ്കിലും അറിഞ്ഞാൽ അത് പ്രശ്നമാവും. പിന്നെ വേറൊന്നുമല്ല, നീ ഇവിടെ വന്നതിന് ശേഷം, നീ ആര്യനെ കല്യാണം കഴിച്ചതിന് ശേഷം കൃഷ്ണമംഗലത്ത് ഒരു കാര്യത്തിനും നമ്മൾ പോയിട്ടില്ലല്ലോ, ഒരാവശ്യത്തിനും നമ്മൾ പോയിട്ടില്ല. അപ്പം എങ്ങനെയെങ്കിലും ഇത് നിൻ്റെ അച്ഛനോ ചെറിയച്ഛനൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അത് കൂടുതൽ പ്രശ്നമാവുകയുള്ളൂ എന്ന് പറഞ്ഞ് മിത്രയെ അതിൽ നിന്ന് പിൻവലിപ്പിക്കുകയാണ് മീനു. പിന്നെ നമ്മുടെ ആനന്ദ് ഉദയഭാനുവിനെ വിളിച്ച് സ്ഥിരം പല്ലവി, എന്ത് മകളെ പോയി കണ്ടോ, എന്തായി, അവൾ ഇനി ജോലിക്ക് പോവോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഉദയഭാനു പറയും, ഞാൻ അവിടെ ചെന്നപ്പോൾ ബാലൻ ഉണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റിയില്ല. നുണയാണ് പറയണത്, കാരണം ദേവി സമ്മതിക്കില്ല, പോവാതിരിക്കാൻ സമ്മതിക്കില്ല എന്ന് ഉദയഭാനുവിന് അറിയാം. എന്നൊക്കെ നുണ പറഞ്ഞ് ഉദയഭാനു ഒരുവിധം ഫോൺ കട്ട് ചെയ്യണം. അങ്ങനെ രാത്രിയിൽ നമ്മുടെ കണക്ക് കൂട്ടുകയാണ് ദേവി. എങ്ങനെ കൂട്ടിയിട്ടും പൈസ ശരിയാവുന്നില്ല, കാരണം ഉദയഭാനു 2000 രൂപ അടിച്ചു മാറ്റിയിട്ടുണ്ടല്ലോ. അങ്ങനെ ദേവി ഇങ്ങനെ കണക്ക് കൂട്ടിൻ്റെ കൈയും കാലും ഒക്കെ വെച്ച് കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഗോമതി ചോദിക്കേണ്ടത്, മോളെ ഇതോ ഭക്ഷണം കഴിക്കാൻ വാ, എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വരും, നീ വായോ എന്ന് പറയും. ഞാൻ ഇപ്പോൾ വരാം അമ്മേ, ഞാൻ ഈ കണക്കൊന്ന് കൂട്ടി നോക്കട്ടെ എന്ന് പറയും. ദേവി തകൃതിയായി കൂട്ടി നോക്കുകയാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് മീനു, മിത്ര, ബാലൻ, ആനന്ദ് എല്ലാവരും വരുന്നുണ്ട്. അപ്പം ബാലൻ ചോദിക്കേണ്ടത്, എന്താ മോളെ എന്ത് പറ്റിയെന്ന് ചോദിക്കും. ഓ അതൊന്നുമില്ല അച്ഛാ, ഒരു കുറച്ച് പൈസയുടെ കുറവ് കാണുന്നുണ്ട്, ഒരു 2000 രൂപയുടെ കുറവ് കാണുന്നുണ്ട് എന്ന് പറയും. അപ്പം മീനും ഇത്രയും കളിയാക്കും, ഇങ്ങനെ കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ചേച്ചി വല്ല ഓടിച്ചർ ഔട്ടോ ഒരാഴ്ച കൊണ്ട്. പക്ഷെ അതൊന്നും ദേവി ശ്രദ്ധിക്കുന്നില്ല. ദേവി വീണ്ടും 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 ഇരുന്ന് ഇങ്ങനെ കണക്ക് കൂട്ടുക തന്നെയാണ്. ഒരു 2000 രൂപ ഇപ്പോൾ എവിടെ പോയി, എങ്ങനെ പോയി എന്ന് ആലോചിച്ചിട്ട് ബുക്കുകളൊക്കെ തലങ്ങും വിലങ്ങും മറിച്ച് നോക്കേണ്ട, കണക്കുകൾ തിരിച്ചും മറിച്ചും കൂട്ടുന്നുണ്ട്. അപ്പം മീനു വന്നിട്ട് പറയും, ചേച്ചി മതി, ഇനി ഭക്ഷണം കഴിച്ചിട്ട് കണക്ക് കൂട്ടാം എന്ന് പറഞ്ഞ് ഭക്ഷണത്തിൻ്റെ മുന്നിലോട്ട് നിർബന്ധിച്ച് കൊണ്ടുപോവാണ്. അപ്പോൾ ബാലൻ പറയും, 2 തരത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്, ആത്മാർത്ഥതയോട് ജോലി ചെയ്യുന്നവരും ഇല്ലാത്ത ജോലി ചെയ്യുന്നവരും. ആത്മാർത്ഥതയോട് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് 1 രൂപ നഷ്ടപ്പെട്ടാൽ പോലും സങ്കടമാണ്. അതുപോലത്തെ ഒരാളാണ് നമ്മുടെ ദേവി മോള് എന്ന് പറഞ്ഞ് ദേവിയെ നല്ല രീതിയിലാണ് പറയുന്നത്. അപ്പോൾ ദേവിക്ക് സന്തോഷമാവുന്നുണ്ട്. അപ്പോൾ ആനന്ദ് പറയും, ഓ എനിക്കങ്ങനെയൊന്നും തോന്നിയിട്ടില്ല എന്ന്. അപ്പോൾ ബാലൻ പറയും, അത് നീ പറയരുത്, നല്ലത് കണ്ടാൽ നല്ലത് എന്ന് തന്നെ പറയണം ആനന്ദേ, ദേവി മോൾ എത്ര നന്നായിട്ടാണ് വർക്ക് ചെയ്യണത് എന്ന്. അപ്പോൾ പിന്നെ ആനന്ദിന് സമ്മതിച്ച് കൊടുക്കാതെ നിവർത്തിയില്ല. അപ്പോൾ ദേവി ഇങ്ങനെ മനസ്സിൽ ഉള്ളുകൊണ്ട് ചിരിക്കുകയാണ്. അത് ആനന്ദിന് ദേവിയെ പൊക്കി പറയാതെ നിവർത്തിയില്ല എന്നുള്ളൊരു സിറ്റുവേഷനിലാണ്. പിന്നെ കാണിക്കുന്ന നമ്മുടെ ദുഃഖിച്ചിരിക്കുന്ന അനുവിനെയാണ്.